പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടാണ് നമ്മുടെ വർക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കണം. നമ്മളത് ഇതുപോലെ അടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നന്നായി ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ നൂല് വെച്ച് സാധാരണ നമ്മൾ പൂ കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം. ഇതുപോലെയാണ് കെട്ടിക്കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 5 കൂടെ വേണം. അപ്പോൾ അതിവിടെ ചെയ്തെടുക്കാം. ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് 2 ഭാഗത്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ചെറിയ വൈറ്റ് കളറിൽ ഡോട്ട്സ് ഇടാം. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 3 എടുത്ത് നമ്മളങ്ങ് കെട്ടിക്കൊടുക്കണം. അപ്പോൾ കെട്ടിയിട്ട് കാണിച്ചു തരാം. ടൈ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിനടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതേപോലെ നമ്മൾ ഇന്നത്തെ വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ.